ഹായ്, അതുണ്ടല്ലോ ഇന്ന് പൂരി മുട്ടക്കറിയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു പാൻ വെക്കുക, എണ്ണ ചൂടാക്കുക, കടുകും പെരുംജീരകവും കൂടെ പൊട്ടിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, പിന്നെ സവോള ഇടുക. ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം തന്നെ ഇടുക. നമ്മൾ ബീഫ് ചിക്കനൊക്കെ വെക്കുമ്പോഴത്തേക്കിനുള്ള എല്ലാ മസാലയും തന്നെ അതിനകത്തുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും നോക്കത്തില്ലല്ലോ. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് പേസ്റ്റ് ആക്കി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടാലും മതി. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കണേ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പൂരി നന്നായിട്ട് പരത്തിയെടുത്ത് ഇച്ചിരി കട്ടിക്കെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ബുമ്മിച്ച് വരും. ഞാൻ ഈ ബുമ്മിച്ച പൂരി കഴിക്കണമെന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും എന്നെ കളിയാക്കും, ബുമ്മിച്ച പൂരി അതെന്നാ? അപ്പോൾ ഞാൻ പറയാം അങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഭയങ്കര ഈസിയാണ്. ഈ പൂരി ഭാജി എന്നുണ്ടെങ്കിലും എനിക്ക് പൂരിയും മുട്ടക്കറിയാണ് കുറച്ചും കൂടി ഇഷ്ടം. ഈ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എരിവുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നത്തില്ലേ? അപ്പോൾ അങ്ങനെ. പക്ഷേങ്കിൽ എരിവ് ഇച്ചിരി കൂടിപ്പോയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അല്ല ക്രീം ഒഴിച്ചാലും മതി, ഇത്രേ ഉള്ളൂ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ പൂരി മുട്ടക്കറി. ബൈ.